ചാനൽ. ഇന്ന് നമുക്ക് മത്തങ്ങയും പയറും വെച്ചൊരു പെരലുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മത്തങ്ങ ഇവിടെ ഒരു അരമുറി കഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കിലോ പയറൂടെ ഇടാം. ഇതിവിടെ പച്ചപ്പയറാണ് ഞാൻ ഇടുന്നത്. കഴുകി വാരി അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ വെന്ത് നമുക്ക് നന്നായിട്ട് ഇതോടെ വേണം. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഒരു 3 വിസിൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എയർ പോകാൻ വേണ്ടി വയ്ക്കാം. രണ്ട് മസാല ഒന്ന് ചതച്ചെടുക്കാം. ഒരു തേങ്ങ ഞങ്ങൾക്ക് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന്. പിന്നെ ഒരു മുറി സവോള, 2-3 ഷാലറ്റ്, പിന്നെ 3 കാന്താരി, ഒരു 2 വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു നുള്ള് ജീരകം, മഞ്ഞൾപ്പൊടി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ 2-3 ഏതൊക്കെ കരിയാപ്പില. ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അധികം അരിഞ്ഞു പോയത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ആഡ് ചെയ്താൽ മതി അരപ്പിൻ്റെ കൂട്ടത്തിൽ. നല്ലതായിട്ട് വെന്തു. ഞാനിത് ഉടച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീ ഒന്ന് തുറന്ന് നോക്കാം. അരപ്പ് വെന്ത് മുകളിൽ ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യും. ഓക്കെ, നമ്മുടെ പെരലിനിവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊന്ന് എണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചമുളക്, ഈ മുളക്, ഉണക്കമുളക് 2-3 കൂടി ചേർത്ത് മൂപ്പിക്കാം. തേങ്ങായും കൂടെ വറുത്ത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ ചേർക്കുന്നില്ല. അപ്പം നമുക്ക് അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് രുചികരമായൊരു ഡിഷാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. പുതിയ വീഡിയോ ആയാലും ഞാൻ ഇടുന്നത് വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. പിന്നെ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക് യു സോ മച്ച്.